നമ്മളെ ഉണ്ണിമുന്തൻ സാറിന്റെ ജയ് ഗണേഷ് എങ്ങനെയുണ്ട്? അടിപൊളി, വ്യത്യസ്തത നിറഞ്ഞൊരു സൂപ്പർ ഹീറോ മൂവി എന്നാണ് എല്ലാവരും ഗംഭീര സൂപ്പർ മൂവിയാണ്. തീർച്ചയായിട്ടും കാണണം, തിയേറ്ററിൽ പോയി കാണണം. എൻഗേജിങ് ആണ്. മഹിമ നമ്പ്യാരുടെ ഗംഭീര അഭിനയമാണ്. ഡിസേബിൾ പേഴ്സണായിട്ട് നമ്മുടെ ഉണ്ണിമുന്തൻ്റെ ഗംഭീര അഭിനയം എന്ന് പറയാം. അപ്പോൾ ബ്രൈറ്റ് പറയട്ടെ കൂടുതൽ റിവ്യൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഗണേഷ്. പിന്നെ രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ മിക്ക പടത്തിലും നല്ലൊരു മെസ്സേജ് ഉണ്ടാവും. ആ ഒരു മെസ്സേജ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സംഗീതമാണ് എഡിറ്റിങ് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രേമലൂര് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഒക്കെ കൃത്യമായിട്ട് നോക്കിയാൽ പയ്യൻ കട്ട് ചെയ്ത് പാട്ടുകൾ അടിപൊളി. ലാസ്റ്റ് റാപ്പ് പോലത്തെ ഒരു സാധനം അല്ലേ, ആ ഗംഭീരമായിരുന്നത്. പിന്നെ ക്യാമറ സെൽവരാജ്. പിന്നെ നമ്മുടെ പുണ്യാളൻ പത്തീസിലെ രഞ്ജിത്ത് ശങ്കറിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. ഫ്രെയിമുകളൊക്കെ ഒന്നിനൊന്നും സാധാരണ ജയസൂര്യയുടെയും ദിലീപേട്ടയും മാത്രം പടങ്ങൾ ചെയ്യുന്ന രഞ്ജിത്ത് ശങ്കർ ഇപ്പോൾ ഉണ്ണിമൂന്നന്റെ ട്രാക്ക് മാറ്റി. എങ്ങനെയുണ്ട് ട്രാക്ക് മാറ്റിയപ്പോൾ? നല്ലൊരു കഥാപാത്രത്തിൻ്റെ അവതരണ രീതി തന്നെയാണ് ജനങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഉണ്ണിമുകുന്ദനല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ ഗണേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം. അത് തന്നെ, ഗണേഷ് എന്ന കഥാപാത്രത്തെ എങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചിട്ടുണ്ട് ജയ് ഗണേഷ് സിനിമയ്ക്ക്. വിഷു ബമ്പർ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. അപ്പം മാളികപ്പുറത്തിന് ശേഷം അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും ഈ ജയ് ഗണേഷ് എന്ന സിനിമ. ഉണ്ണിമുകുന്ദനായതുകൊണ്ട് പ്രതീക്ഷിക്കാമോ സിനിമാ പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ടെക്നിക്കൽ പരമായിട്ട് പറഞ്ഞാൽ ഇതിൽ വിനോദ് ബോസ്, പിന്നെ എൽദോ രാജു, അശോകൻ ചേട്ടൻ്റെ ഒക്കെ പെർഫോമൻസ്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ജോമോളേച്ചി നമ്മുടെ ഏതാണ് പഞ്ചാബി ഹൗസിന് ശേഷം ജോമോളേച്ചിയുടെ മികച്ച പെർഫോമൻസ് ഈ സിനിമയ്ക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പോലീസ് അഡ്വക്കേറ്റ് ആയിട്ടാണ് നമ്മുടെ ജോമോളേച്ചി വരുന്നത്. രവീന്ദ്ര വിജയ് വില്ലൻ. പുള്ളി ഗംഭീര, കുറച്ച് നേരേ ഉള്ളൂ. പക്ഷെ എന്തോ സ്ക്രീൻ പേസ് കുറവാണെങ്കിലും ചെയ്ത വേഷം ഗംഭീരമാക്കി. നമ്മളെ വനിതാ തിയേറ്റർ കാണിക്കുന്നുണ്ട്. വനിതാ തിയേറ്റർ കാണിക്കുന്നുണ്ട്. വനിതാ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടിട്ട് വനിതാ തിയേറ്ററിന്റെ കോമ്പൗണ്ട് തിയേറ്ററിന്റെ സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ ഞാൻ പെരേരെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പെരേരെ എവിടെ കണ്ടില്ല. അത് ഷൂട്ടിംഗ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തേ അല്ലേ? അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ് ജയ് ഗണേഷ്. താങ്ക് യു. ഉണ്ണിമുന്തൻ സാറിനെ ബെസ്റ്റ് ഓഫ് ലക്ക്.